പലർക്കും അറിയത്തില്ല ഒരു വാഹനത്തിന്റെ ഹെഡ്ലൈറ്റ് എവിടെയാണ് ഓൺ ആക്കേണ്ടത്, പാർക്ക് ലൈറ്റ് എവിടെയാണ് കൃത്യമായിട്ട്. അറിയാവുന്നവർക്ക് വേണ്ടിയിട്ടല്ല, അറിയാത്തവർക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ. ഇത് കണ്ടില്ലേ, നമുക്ക് ഇവിടെ ഒരു നോബ് ഉണ്ട്. ഇതിൽ ഇങ്ങനെ ഒന്ന് തിരിച്ചാൽ, അതായത് രണ്ടെണ്ണം പെട്ടെന്ന് തിരിക്കരുത്, വെറുതെ ഒന്ന് ഇങ്ങനെ തിരിച്ചാൽ നമുക്ക് പാർക്ക് ലൈറ്റും, ഒന്നുകൂടെ തിരിച്ചു കഴിഞ്ഞാൽ ഹെഡ് ലൈറ്റുമാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ ആരോ നോക്കി അറിയാം, അത് ഇങ്ങോട്ട് വരുന്നതനുസരിച്ച് ഓഫ് ആകും കേട്ടോ. ഈ ആരോ എവിടെയാണോ കിടക്കുന്നത് അവിടുത്തെ അതായിരിക്കും കത്തി നിൽക്കുക. ഇപ്പൊ നമ്മൾ ഒന്ന് തിരിച്ചാൽ പാർക്ക് ലൈറ്റും, ഇതിപ്പോ ഹെഡ് ലൈറ്റിന്റെ അവിടോട്ട് പോയി കഴിഞ്ഞാൽ ഒന്നുകൂടെ തിരിച്ചാൽ അത് ഹെഡ് ലൈറ്റും ആയിരിക്കും. എങ്ങനെയാണ് ഇൻഡിക്കേറ്റർ കൃത്യമായിട്ട് വെച്ചാൽ, സെന്റർ കിടക്കുമ്പോൾ ഒന്നുമില്ല, നമ്മൾ മുകളിലേക്ക് ആക്കി കഴിയുമ്പോൾ ലെഫ്റ്റ് സൈഡിലെ ഇൻഡിക്കേറ്ററും, അതുപോലെ തന്നെ താഴേക്ക് ആക്കി കഴിയുമ്പോൾ റൈറ്റ് സൈഡിലെ ഇൻഡിക്കേറ്ററും കൃത്യമായിട്ട് ഇതുപോലെ നമുക്ക് ഇടാൻ സാധിക്കും. എന്ന് പറഞ്ഞതുപോലെ ഈ ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്നത് പല ഗൾഫ് മോഡൽ വാഹനങ്ങളൊക്കെ വരുമ്പോൾ ഇത് റൈറ്റ് സൈഡിലായിരിക്കും നേരെ തിരിച്ച്, അതായത് ഹെഡ്ലൈറ്റ് ഒക്കെ വരുന്നതിന്റെ ഇത് വരുന്നത് ലെഫ്റ്റ് സൈഡിലും, അതുപോലെ തന്നെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന റൈറ്റ് സൈഡ്, അതായത് വൈപ്പറാണിത്. ഇത് ചില വാഹനത്തിന്റെ ഈ റൈറ്റ് സൈഡിലും ആയിരിക്കും. അപ്പൊ നമ്മൾ ഇവിടെ ഓഫ് എന്ന് പറയുമ്പോൾ മുകളിലാണ് കേട്ടോ. ഇത് നമ്മൾ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ താഴോട്ടാക്കി കഴിഞ്ഞാൽ ഇത് കണ്ടില്ലേ, വൈപ്പർ കൃത്യമായിട്ട് ഇതുപോലെ കറങ്ങുന്നു. അത് ഓരോന്നോരോന്നിന്റെ കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഓരോന്ന് സ്പീഡ് കൂടി വരുന്നതാണ്. ഹൈ ആയിട്ട് വരുന്നതാണ്, സ്പീഡ് കൂടുതൽ. ഓഫ് ആക്കണമെങ്കിൽ നിങ്ങൾ ആരോ ഏത് ഭാഗത്തോടെ കണക്ക് നിങ്ങൾ, അല്ലാതെ പലരും എന്ത് ചെയ്യും, വെറുതെ ഇങ്ങനെ തട്ടി നിൽക്കും. അപ്പൊ അത് ഓഫ് ആകത്തില്ല. അത് എവിടെയാണ് ആദ്യം ഓഫ് ആകുന്നത്, എവിടെയാണ് ഓഫിന്റെ അത് ആരോ കൊടുത്തിരിക്കുന്നത്, അവിടോട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ നോക്കിയതിനു ശേഷം ഒന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കറക്റ്റ് ആയിട്ട് ഓഫ് ആക്കാനും സാധിക്കും. നിങ്ങൾക്ക് ലൈസൻസ് കൊണ്ട് വാഹനം സ്വന്തമായിട്ട് വീട്ടിലുണ്ട്, പക്ഷെ തനിയെ വാഹനം ഓടിക്കാൻ പേടിയുള്ളതാണ്, ഇങ്ങനെ കാണുന്ന വീഡിയോസ് കാണുമ്പോൾ എങ്കിലും തനിയെ വാഹനം ഓടിക്കാൻ പേടിയുള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്ത് നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നമുക്ക് ഡ്രൈവിംഗിൽ ഒരു പ്രായം ഒരു പ്രശ്നമില്ല. നിങ്ങൾ ഏത് പ്രായത്തിലാണെങ്കിലും എന്റെ ജില്ല ഏതാണ് എഴുതേണ്ട, നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട്